ഈഷ, അവള് മറ്റൊരാളുടെ കുഞ്ഞ. എന്താണെങ്കിലും നാളെ നമ്മൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അതിന് ഈഷ എങ്ങനൊരു തടസ്സമാകും? എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം. സത്യം, സോറി, ഞാൻ ആ ഈഷ ഉദ്ദേശത്തിലല്ല. നിന്റെ കുഞ്ഞ് തന്നെയാ, നീ ജന്മം കൊടുത്തവൾ. അങ്ങനെയാണെങ്കിൽ അവൾ എൻ്റേതുവാ. അവൾ നമ്മുടെ മകളായിട്ട് കൂടെ ഉണ്ടാകും. അന്ന് കോടതിയിൽ വെച്ച് അവളെ നീ എൻ്റെ കയ്യിൽ തന്നില്ലേ? അന്ന് മുതൽ എന്തോ. അവളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പല പല സ്കൂളുകളിൽ കയറിയിറങ്ങേണ്ടതായി വരും. ഞാൻ പോകും, മടിക്കാതെ. നിന്റെ കാര്യം, ഇഷയുടെ പഠിത്തം കഴിഞ്ഞാൽ ഉടനെ ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോകണമെന്ന് പറഞ്ഞാൽ ആദ്യം അവൾ പോകാൻ അനുവദിക്കരുത്. നിർബന്ധം പിടിക്കുകയാണെങ്കിൽ കുറച്ച് പണം ചേർത്ത് വെച്ച് ഇന്ന് മുതൽ അവളെ അയക്കാൻ നോക്കാം പഠിക്കാനായിട്ട്. ശമ്പളം മാത്രമേ ഉള്ളൂ എന്നറിയാലോ, വേറൊന്നും ഞാൻ വാങ്ങാറില്ല. എനിക്ക് വാങ്ങാനും കഴിയില്ല. അതുകൊണ്ട് നിന്റെ ഹെൽപ്പും വേണ്ടി വരും. ഇതൊക്കെ എൻ്റെ ആഗ്രഹം. ഞാൻ ടൗണിൽ നിന്ന് കുറച്ച് ദൂരെ ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് വാങ്ങാൻ വേണ്ടി. വലിയ വിലയൊന്നുമില്ല, എന്നാൽ ഒരു 15 വർഷം കഴിയുമ്പോൾ നല്ല വില കിട്ടും. റിട്ടയർഡ് ലൈഫ് നമുക്കവിടെ കഴിയാം. കടലിലേക്ക് നോക്കി തിരമാലകൾ എണ്ണി പാട്ടും പാടി അങ്ങനെ ഇരിക്കും. വിഷയും അവളുടെ കുഞ്ഞുങ്ങളും കൂടി വന്ന് നമ്മുടെ കൂടെ താമസിക്കും. ഇത്രയൊക്കെ ഞാൻ ചിന്തിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. നീയില്ലെങ്കിലെല്ലാം വേറെ ആരെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. മാത്രമല്ല, നമുക്ക് മറ്റു കുഞ്ഞുങ്ങളും വേണ്ട. ഇഷ മാത്രം മതി. സത്യ, നിന്നെ എനിക്ക് വേണമെന്ന് കരുതി ഞാനിതെല്ലാം വെറുതെ പറയുകയാണെന്നാ വിചാരിക്കുന്നേ. സത്യമായിട്ടും പറയാ, ഇഷയല്ലാതെ മറ്റൊരു കുഞ്ഞും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. പിന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. ഒരുത്തനുണ്ടായിരുന്നു, അവന്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. ഇവള് ജനിക്കാൻ വേണ്ടി പോലും അവൻ കാത്തു നിന്നില്ല. നിങ്ങളാണെങ്കിൽ അതുകൊണ്ട് തന്നെ പറഞ്ഞത്, സമ്മതിച്ചൂടെ? ഇതിൽ കൂടുതൽ നിന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണവന്മാരാരെങ്കിലും വീട്ടിലുണ്ടോ എന്ന് നോക്കാം. ബേബി ഗേൾ, ഇഷമോളൊരു കാര്യം ചെയ്യൂ. ഈ അമ്മയൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക. ഈ നിൽക്കുന്നയാളെ കല്യാണം കഴിക്കാനായിട്ട് പറയൂ. കണ്ണിൽ ചിമ്മി പോകും പെണ്ണെ, പട്ടിൻ നൂലോ നെയ്യാം ഞാനും. മനസ്സിന്റെ കോണിൽ എന്നും നീയോ മുത്തേ. നിന്നെ തേടി ഞാനും വന്നേ, മിന്നിൽ താരം മിന്നും പോലെ. മണ്ണിൽ മുത്ത വീഴും നീരായി ഞാനും മാറി. സുഖമോ മയങ്ങാം, നിൻ വീതിയും ഞാൻ തേടാം. കുളിരും തരുമോ പിരിയാനും വയ്യാതായി. ആയുഷ്, ഓഫ് കോഴ്സ്. നിങ്ങൾക്ക് റെഡിയാകേണ്ടതല്ലേ? ഇവള് ഭയങ്കര കുസൃതിയാട്ടോ. അതുകൊണ്ടല്ലേ അവളെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. എനിക്കൊരു 10 മിനിറ്റ് മതി റെഡിയാവാൻ. ഇവൾ എഴുന്നേൽക്കും മുമ്പേ ഞാൻ റെഡിയാകും. നിനക്ക് റെഡിയാവാൻ ഒത്തിരി സമയം വേണമായിരിക്കും. ഇവൾ എൻ്റെ കൈ തന്നെ ഇരിക്കട്ടെ. ആ ഡ്രസ്സെല്ലാം കയ്യിലുണ്ടല്ലോ, അപ്പോൾ ഓക്കെ. ഷീൽ ബി ഫൈൻ. ഒന്ന് എഴുന്നേൽപ്പിച്ചാൽ മതി, ബാക്കി കാര്യം അവൾ നോക്കിക്കോളും. ഗുഡ്. ഞാൻ അവളെ ഒരുക്കി കൊണ്ടുവരാം. ഐ വാണ്ട് ടു. നമുക്ക് രാവിലെ കാണാം. ഓക്കെ. കല്യാണം. പറയേ. നിങ്ങളോടൊപ്പം ഉണ്ടാകണം, എന്നേക്കും നിങ്ങളോടൊത്ത് ജീവിക്കണം. കാത്തിരിക്കാൻ പറ്റുമെന്നറിയില്ല. ഈ ഒരു രാത്രിയോ? അതിനെന്നെ കൊണ്ടാവും തോന്നില്ല സത്യ. എൻ്റെ ഒരു പകുതി നിങ്ങളോടൊപ്പം ഉണ്ട്, ബാക്കി പകുതി ഞാനും എത്താം. ഞങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോകൂ. അതെ, ഞാനിവിടെ വേണ്ട. അച്ഛൻ എപ്പോഴും ഉറങ്ങിക്കഴിഞ്ഞു. അല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് പെർമിഷൻ വേണോ? ഗുഡ് നൈറ്റ്. ബൈ. സ്വീറ്റ് ഡ്രീംസ്.
ആ പറഞ്ഞോ തുളസി. ഇഷമോളെ, ഞാൻ വരുന്നവരെ വണ്ടി ഇരിക്കണം, റൈറ്റ്? ഞാൻ വേഗം വരാം. സർ, ഇത് ക്രൂരമായി വിട്ടിരിക്കുകയാണ്. ബോഡിയുടെ എല്ലാ ഭാഗത്തും മുറിവുകളുണ്ട്. ഇവരുടെ അച്ഛൻ്റെ ബോഡിയിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. അയാളുടെ മൃതദേഹം വലിച്ചരച്ച് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു. സർ, ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. പ്ലീസ് ടേക്ക് യുവർ ടൈം. എൻ്റെ ഒരു പകുതി നിങ്ങളോടൊപ്പം ഉണ്ട്. സത്യ, അമ്മയുടെ അടുത്ത് പോകണം. സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാത്ത ഈ കുരുന്നിനോട് അവളുടെ അമ്മയെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്നെങ്ങനെ പറയും? ഇവക്കതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? ഇഷ ബേബി, മൈ സ്വീറ്റ് ഹാർട്ട്, ഞാൻ പറയുന്നത് മോൾ കേൾക്കണം, ഓക്കെ? അമ്മ ഇനി വരില്ല. ഒരുപാട് ദൂരെയാണ് അവൾ. അമ്മയും വല്യച്ഛനും ഇഷമോളെ എൻ്റെ കൈ തന്നിട്ട് നീ നന്നായി നോക്കണമെന്ന് പറഞ്ഞ് അവർ തിരികെ പോയി. എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. പറഞ്ഞാ നീ സമ്മതിക്കില്ലല്ലോ, അതുകൊണ്ടാ. എന്നാ ഇന്ന് കല്യാണമല്ലേ? ഇന്നലെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണോ പോയത്? Somebody is getting married. അമ്മ is getting married. ഇഷ so lucky. പാട്ട് ഏതാ പാടണ്ടേ? ഓ, അപ്പൊ കല്യാണമില്ലല്ലേ? മോളോട് ഞാൻ എന്താ പറയേഷ? കള്ളം പറയാൻ പാടില്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. കല്യാണം നടക്കില്ല മോളെ. അമ്മ വരില്ല, ഇനി ഒരിക്കലും വരില്ല. ഈശ പിന്നെ ഒരിക്കലും എന്നെ വിട്ടു പോയതേയില്ല. അവൾ അധികം സംസാരിക്കാറില്ല. എന്നാൽ അമ്മയുടെ അടുത്തിരിക്കുന്ന പോലെ എൻ്റെ അടുത്തിരിക്കുമായിരുന്നു, ശാന്തമായി. എൻ്റെ ഹേമാനികയെ കൊന്നതാരാണെങ്കിലും അവനെ കണ്ടുപിടിച്ച് തീർക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നാൽ ഇഷയെ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. പോകാൻ പാടില്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഹേമാനിക ഒരിക്കലും അവളെ തനിച്ചാക്കിയിട്ട് പോയിട്ടില്ല. ഏതു നേരവും അവളുടെ കൂടെ തന്നെ.
ഹലോ സാർ, അത് വിക്ടർ മനോഹർ ഇഷ്യൂസ് ആണ്. അവർ ജയിലിൽ തന്നെ ഉണ്ട്. ജയിലിലുണ്ടായ ഒരു കത്തിക്കുത്ത് രക്ഷപ്പെട്ടു. പക്ഷേ അവർ 10 ദിവസമായി GH ICUവിലാണ്. പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. സീരിയസ് കണ്ടീഷൻ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ ചെക്ക് ചെയ്തായിരുന്നു സാർ. അടുത്ത മാസം അവനെ പുറത്തു വിടും സാർ. ഇത് അവനൊരു പോലീസ് ഓഫീസറെ കൊന്ന കേസാ, വേറൊന്നുമല്ല. താങ്ക് യു. എന്തുപറ്റി? പേടി തോന്നുന്നുണ്ടോ? ഞാനില്ല ഇവിടെ. ഉറങ്ങിക്കോ. വാറിച്ചാൾ, ഞാനൊന്ന് പുറത്തു പോകുക. തിരിച്ചു വരാൻ കുറച്ച് താമസിക്കും. ശ്രദ്ധിച്ചോളണം. ഇപ്പൊ സമയം എത്രയെന്ന് അറിയാവോ? ഈ സമയത്ത് പോയാൽ എന്താ, നിന്റെ അച്ഛൻ കഥ ഓർക്കില്ലേ? ഞാൻ ഫോൺ ചെയ്തതിന് ശേഷം വന്നാൽ മതി. എന്താ ഇത്? സൂക്ഷിച്ചു പോണം. ഫോളോ ചെയ്. എല്ലാരും പൊയ്ക്കോ, ആരും ഇവിടെ വേണ്ട. നിന്റെ ദേഷ്യം എന്നോടോ? എന്തിനാടാ എന്റെ വീട്ടിൽ കയറി വന്നത്? നിനക്ക് തെറ്റിപ്പോയി രാജ്, ഒരുപാട് വലിയ തെറ്റ്. എടാ, ആരയച്ചത്? അതോ നിന്റെ ഇഷ്ടത്തിന് വന്നോ? പറയടാ. സത്യ, നീ എന്തിനുള്ള പുറപ്പാടാ? ഒന്ന് ചിന്തിച്ചിട്ട് വേണ്ട എല്ലാം കൈകാര്യം ചെയ്യാൻ. ഇപ്പൊ എന്റെ കാര്യം നോക്ക്. എല്ലാം നിന്റെ അടുത്ത് പറയുന്നു വിചാരിക്കുന്നുണ്ടോ? പറഞ്ഞാ നീ അപ്പൊ തന്നെ ഷൂട്ട് ചെയ്തിട്ട് പോവില്ലേ? നിന്നെ ഷൂട്ട് ചെയ്തിട്ട് പോകാൻ വേണ്ടി തന്നെയാടാ വന്നത്. നീ പറഞ്ഞില്ലെങ്കിലും. അയ്യോ, അപ്പൊ ഞാനത് ചെയ്തത് നിനക്കെങ്ങനെ അറിയാം? ആ പെണ്ണിന്റെ ആത്മാവ് ശാന്തി അടയണ്ടേ? വെറുതെ വിടരുത്. ഹായ്. സത്യ എവിടെ? ആരാ ആദ്യം ചത്തു വീഴുന്നെന്ന് നമുക്ക് കാണാം. അവസാനം ഞാൻ ചെയ്തത് വലിയ തെറ്റ്. അന്ന് ഗോൾഡൻ രാജ് ദേഷ്യപ്പെട്ടപ്പോ എല്ലാ വിഷയങ്ങളെയും ഞാൻ മറക്കേണ്ടതായിരുന്നു. എന്നെ കാത്തിരിക്കുന്ന ഇഷയെ ഞാൻ ഓർത്തില്ല. അവളുടെ ഭാവിയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഞാൻ ഇറങ്ങി. അത് വലിയ തെറ്റായിപ്പോയി. എന്റെ ജീവിതം വീണ്ടും മാറിയൊരു ദിവസം. നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായി അറിയാം. നിന്റെ ആളുണ്ടല്ലോ, ആ പെണ്ണിനെ പറ്റി എനിക്കറിയാം. അവിടെ കൊച്ചിനെ പറ്റി എനിക്കറിയാം. ആ പെണ്ണിന്റെ കൊലപാതകവുമായി എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയാൻ വേണ്ടി നീ നിന്റെ ആൾക്കാരെ ഏൽപ്പിച്ചു. അത് ഞാൻ മറന്നിട്ടില്ല. എല്ലാം നീ അവസാനിപ്പിച്ചിട്ട് നീ ഇപ്പൊ ഇവിടെ വന്നു. സിറ്റിയിലെ നക്ഷത്ര ഹോട്ടലിൽ താമസം. ഇപ്പൊ എന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. നിന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. നിന്നെക്കുറിച്ച് സകലതും എനിക്കറിയാം സത്യദേവ്. ഇതെല്ലാം പറഞ്ഞത് നിന്റെ ഒരു കൂട്ടാളിയാണ്. അവൻ ആരാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നീയും ചോദിക്കില്ലെന്നറിയാം. കാരണം നീ ഒരു ജെന്റിൽമാനാ. എന്നാ പിടിച്ചോ. എന്നാ കേട്ടോളൂ. ആ കുരുന്നിനെ കൊന്നിട്ട് നിന്നെ കരയിപ്പിക്കാമായിരുന്നു. അതൊരു ചെറിയ കാര്യമാ. പക്ഷെ അതെന്റെ സ്റ്റൈലല്ല. നീ മരിക്കണം സത്യദേവ്. നീ മരിക്കും. നിന്റെ മരണം എന്റെ കൈ കൊണ്ടാണെന്ന് ഓർത്ത് നീ നീറിച്ചാകണം. അതാണ് എന്റെ സ്റ്റൈല്. ഇപ്പൊ സമയമായി. അവനെ വെട്ടിക്കൊല്ല്.
എവിടെ പോയതായിരുന്നു? എൻ്റെ ഒരു പകുതി നിങ്ങളോടൊപ്പം ഉണ്ട്. Go to sleep. എൻ്റെ അടുത്ത് പറയാതെ എവിടെയും പോകില്ല. കണ്ണടച്ചപ്പോൾ എനിക്ക് തോന്നി അവളുടെ പാതിയല്ല, അവൾ മുഴുവനായിട്ടും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന്. അന്ന് അവളെ അവസാനമായി കണ്ടതുപോലെ തന്നെ.